നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നോക്കുവാണെങ്കിൽ വി ഹാവ് ഗ്രാൻഡ് പാരൻസ് അല്ലെ. നമുക്ക് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവാം. നമ്മൾ ഗ്രാൻഡ് പാരൻസിനൊക്കെ വിസിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ അവരെയൊക്കെ കാണാനായിട്ടൊക്കെ നമ്മൾ പോകും അല്ലെ. പിന്നെ നമുക്ക് നമ്മുടെ പാരൻസ് ഉണ്ട്. പിന്നെ വി ഹാവ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കസിൻസ്, അങ്ങനെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും ഒരു ഫാമിലി തന്നെ അല്ലെ. അപ്പോ നമ്മൾ ഒരു ഫാമിലി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയ ഫാക്ടർ ആവട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ എന്താ ഫോർ എക്സാമ്പിൾ ഒരു ഹെയർ കളർ ആവട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ എല്ലാവരിലും ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കാം അല്ലെ. ഇപ്പൊ ഒരു ബ്രദർ സിസ്റ്റർ, ഒരു അമ്മയുടെ മുടിയുടെ കളർ, ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു അമ്മയുടെ മുടിയുടെ കളറ് അമ്മയുടെ മോൾക്ക് ആണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അപ്പൊ രണ്ടുപേരുടെ ഒരു ബ്രൗൺ ഹെയർ കളർ ആണെന്ന് വിചാരിച്ചു. സോ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ അമ്മയിൽ നിന്ന് മകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതെന്തായിരിക്കും? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് DNA കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം അല്ലെ, DNA ഇസ് ദി ഹെറിഡിറ്ററി മെറ്റീരിയൽ. നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് പഠിച്ചു പോയ കാര്യമാണ് അല്ലെ. DNA ഇസ് ദി മെയിൻ ഹെറിഡിറ്ററി മെറ്റീരിയൽ അല്ലെ. സോ DNA ഒരു സെഗ്മെന്റ്, അതിനെയാണ് നമ്മൾ ജീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, DNA ഒരു ചെറിയ സെഗ്മെന്റ്, അതിനെയാണ് ജീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓരോ ജീനും ഒരു ഫംഗ്ഷനെ കോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഹെയർ കളറിന്റെ കാര്യം പറഞ്ഞു. ആ ഹെയർ കളർ ഇപ്പൊ ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ ഹെയർ കളർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ജീനിലാണ് അടങ്ങിയിരിക്കുന്നത്. ആ ജീൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഒരു DNA സെഗ്മെന്റിലാണ്. സോ ഈ DNA സെഗ്മെന്റ് ആണ് ഒരു ആളിൽ നിന്ന് വേറൊരാൾ, അതായത് ആ ആളുടെ ഓഫ് സ്പ്രിങ്, ഫോർ എക്സാമ്പിൾ ഫ്രം മദർ ടു എ ചൈൽഡ്, ഒരു ഓഫ് സ്പ്രിങ് എന്നുള്ളതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. DNA കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ RNA കുറിച്ച് പറയുന്നുണ്ട്. സോ RNA ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് DNA RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്രോമസോംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ DNA നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. DNA ഡിസ്കവർ ചെയ്തത് രണ്ട് സയന്റിസ്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ശരിക്കും ഇവർ തന്നെയാണ് DNA കണ്ടുപിടിച്ചത്? ആണോ? DNA കണ്ടുപിടിച്ചത് ഇവർ തന്നെയാണെന്ന് ഉറപ്പാണോ? DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എല്ലാം കാണിച്ചതും നമ്മളെ ലോകത്തെ അറിയിച്ചതും എല്ലാം ഇവർ തന്നെയാണ് അല്ലെ. പക്ഷേ അവിടെ വേറൊരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. വേറൊരാളുണ്ട്, റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അദ്ദേഹം DNA കുറിച്ച് റിസർച്ച് ചെയ്യവേ അദ്ദേഹം ഒരു എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്കില് റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് വഴി DNA ഒരു സ്ട്രക്ചർ അദ്ദേഹം കണ്ടുപിടിച്ചു. സോ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അവരുടെ ഹൈപ്പോത്തസിസ് എല്ലാം കൂട്ടി ചേർത്ത് വെച്ചിട്ട് DNA സ്ട്രക്ചർ ശരിക്കും അവര് ലോകത്തെ അറിയിച്ചത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ ഈ DNA ഡബിൾ ഹെലിക്കൽ മോഡലിന് ഉണ്ട്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിലോട്ടൊന്ന് പോയാലോ? എല്ലാവർക്കും ഇഷ്ടമാണോ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനായിട്ട്? എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇത്തിരി ബോറിംഗ് ഒക്കെ ആയിരുന്നു ഹിസ്റ്ററി. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ഞാനും കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഇവിടെ ചെറിയൊരു ഹിസ്റ്ററി പറയാം. ഒന്നുമില്ല, എങ്ങനെയാണ് DNA ഡബിൾ ഹെലിക്കൽ മോഡലൊക്കെ കണ്ടുപിടിച്ചെന്നുള്ള ചെറിയ ഹിസ്റ്ററിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഓക്കെ, പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റോസലിൻ ഫ്രാങ്ക്ലിൻ വർക്ക് ചെയ്തിരുന്നത് മൗറിസ് വിൽക്കിൻസ് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ കൂടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ എല്ലാവരും പറയായിരുന്നു, ഇങ്ങനെ ഒരു കേൾവിയുണ്ട്, റോസലിൻ ഫ്രാങ്ക്ലിന്റെ സ്വഭാവം ലൈക്ക് ഷീ വാസ് ലിറ്റിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയായിരുന്നു. സോ എന്തോ ഒരു ക്ലാഷ് ഇവർ തമ്മിലുണ്ടായി, വിൽക്കിൻസും ഫ്രാങ്ക്ലിനും തമ്മിൽ എന്തോ ഒരു ചെറിയ വർക്കിന്റെ ബേസിസിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായി. സോ അങ്ങനെ വിൽക്കിൻസ് ഫ്രാങ്ക്ലിനുമായിട്ട് വർക്ക് ചെയ്യുന്നത് നിർത്തി ആൻഡ് ഹി വെന്റ് ടു സം അതർ യൂണിവേഴ്സിറ്റി. ആൻഡ് അവിടെ
വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരാണ് വാട്സണും ക്രിക്കും. സോ അവര് ആ സെയിം ടൈമിൽ തന്നെ DNA കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. DNA മോഡൽ അവർ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം. അപ്പൊ കൃത്യസമയത്ത് തന്നെയാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് വിൽക്കിൻസ് ഇവരുടെ അടുത്തോട്ട് ചെന്നത് അല്ലെ. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പൊ വാട്സണും ക്രിക്കിനും ഈ DNA മോഡൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി വഴി ഫ്രാങ്ക്ലിൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്രാങ്ക്ലിൻ കണ്ടുപിടിച്ചിരുന്ന DNA ആ ഒരു മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ആൻഡ് ദെയർ സ്റ്റഡീസ് അവരുടെ പഠനങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് അവര് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ അത് ലോകത്തെ കാണിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട് DNA സ്ട്രക്ചറിന് പുറകില്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ. സോ അപ്പം അവര് ഫ്രാങ്ക്ലിൻ ജീവിച്ചിരുന്ന സമയത്തൊന്നും ഇവര് ഫ്രാങ്ക്ലിൻ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഫ്രാങ്ക്ലിൻ മരിച്ചു കഴിഞ്ഞ സമയത്തൊക്കെ ഫ്രാങ്ക്ലിന്റെ കാലശേഷമൊക്കെ ഇവര് പറഞ്ഞു റോസ്ലിൻ ഫ്രാങ്ക്ലിനും വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നു DNA സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ടെന്നൊക്കെ. ഓക്കെ, സോ വാട്സൺ ആൻഡ് ക്രിക്കിന് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ ഡിസ്കവർ ചെയ്തതിനുള്ള നോബൽ പ്രൈസും ഒക്കെ ലഭിച്ചിരുന്നു. ഓക്കെ, സോ ഇതാണ് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ സ്ട്രക്ചറിന് പിന്നിലുള്ള കഥ. സോ ഇനി എന്താണ് നമ്മൾ DNA എന്ന് പഠിക്കാൻ പോവാ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു DNA ആണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ, DNA ആണ് ഒരാളിൽ നിന്ന് വേറൊരാളോട്ട് പാസ് ചെയ്തു പോകുന്നത്. DNA എന്താ ആക്ച്വലി DNA ഫുൾ ഫോം എന്താ? ഇവിടെ നമുക്ക് കാണാം, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കും. സോ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ദിസ് ഇസ് എ ഫുൾ ഫോം ഓഫ് DNA. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹെയർ കളർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാവും അല്ലെ, ഒരു പ്രത്യേക തരം ജീൻ ഉണ്ടാവും. ഈ ജീൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? DNA-യിലാണ് അല്ലെ. സോ ഇതാണ് DNA സ്ട്രക്ചർ എങ്കിൽ ഈ DNA സ്ട്രക്ചറിലെ ഒരു സെഗ്മെന്റ് ഓഫ് DNA, ആ ഒരു സെഗ്മെന്റ് ഓഫ് DNA ആണ് നമ്മൾ ജീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ജീൻ കോഡ്സ് ഫോർ എ ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ ഹെയർ കളർ. ഓക്കെ, ആൻഡ് ഈ DNA എവിടെയാ കാണുന്നത്? നമുക്കിങ്ങനെ പുറകോട്ട് പോവാം. ഈ DNA എങ്ങനെയാ കാണുന്നത്? DNA ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ ചുമ്മാ കിടക്കുവാണോ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലാണല്ലോ DNA കാണുന്നത് അല്ലെ. ഈ DNA നമ്മുടെ ശരീരത്തിന്റെ ഓൾ ഓവർ നമ്മുടെ ശരീരത്തില് ചുമ്മാ ഇങ്ങനെ നൂല് പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുവാണോ ചെയ്യുന്നത്? അല്ല, ഈ DNA ഒരു ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് കണ്ടൻസ്ഡ് ആയിട്ടായിരിക്കുന്നത്. സോ ഈ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പം ദിസ് ഈസ് ഫോംഡ് ഓഫ് DNA. ഒരുപാട് DNA എന്ന് പറയുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. ഈ DNA എന്ന് പറയുന്ന ത്രെഡ് ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് നമ്മൾ ഈ നൂല് നമ്മളിങ്ങനെ കുറെ ചുട്ടി നമ്മൾ എന്താ ചെയ്യുക? അതിനെ നമ്മൾ ചെറിയൊരു സ്ട്രക്ചർ ആക്കി മാറ്റും അല്ലെ. അതേപോലെ തന്നെയാണ് DNA എന്ന് പറയുന്ന ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. സോ ഈ ലോങ് ത്രെഡിനെ ചുരുട്ടി ചെറിയൊരു സ്ട്രക്ചർ ആക്കി, കുറച്ചും കൂടെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. സോ അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ക്രോമസോം. ഓക്കെ, ഇനി ഈ ക്രോമസോം എവിടെയാ കാണുന്നത്? ഇങ്ങനെ പറഞ്ഞു പൊക്കോണ്ടിരിക്കുക അല്ലെ. ക്രോമസോം നമ്മുടെ ശരീരത്തിൽ വെറുതെ കാണുകയാണോ ചെയ്യുക? ക്രോമസോം എവിടെയാ കാണുന്നത്? ക്രോമസോം കാണുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് ക്രോമസോം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ന്യൂക്ലിയസ് എവിടെയാ കാണുന്നത്? സെല്ലില്. ഈ സെല്ലില് ന്യൂക്ലിയസിലാണ് ക്രോമസോം കാണുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എവിടെയാ നമ്മുടെ ജീൻ അൾട്ടിമേറ്റ്ലി ജീൻ എവിടെയാ കാണുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ജീൻ എന്ന് പറയുന്നത് DNA ഒരു ചെറിയ സെഗ്മെന്റ് ആണ്, വിച്ച് കോഡ്സ് ഫോർ എ ഫംഗ്ഷൻ. അതിനാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. സോ ഈ ലോങ് ത്രെഡ് ഓഫ് DNA കണ്ടൻസ് ചെയ്ത് ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. സോ ഈ ക്രോമസോം എവിടെയാ കാണുന്നത്? ന്യൂക്ലിയസിനുള്ളില്. ന്യൂക്ലിയസ് എവിടെയാ കാണുന്നത്? സെല്ലിനുള്ളില്. ഓക്കെ, സോ സെൽ, ന്യൂക്ലിയസ്, ക്രോമസോം, DNA, ജീൻ.
ഇതാണ് അലൈൻമെന്റ്. മനസ്സിലായോ? നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് നോക്കാം. ഓക്കെ, കണ്ടോ? ഇവിടെ സെല്ല് നമുക്ക് കാണാം. നമ്മുടെ ശരീരത്തില് നമ്മുടെ ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ? അപ്പം ഈ സെല്ലിൽ ഓരോ സെല്ലിലും ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിനെ നമ്മൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ഇതില് ക്രോമസോം സ്ട്രക്ചർ കാണും. സോ ഈ ക്രോമസോമിന്റെ ഓരോ ക്രോമസോം നമുക്കൊന്ന് അഴിച്ചു പണിതാല് ആ അഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് DNA. ഈ DNA-യുടെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്ര എളുപ്പമായില്ലേ? സോ ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചറിലോട്ട് നമുക്ക് പോവാം. സോ DNA-യുടെ നമ്മൾ സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, DNA ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂട്ടി വെച്ചിട്ടാണ് DNA ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു മുത്തുമാല നിങ്ങൾ എടുക്കുവാന്ന് വിചാരിച്ചു. മുത്തുമാല എല്ലാരും കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ മുത്തുമാല എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? മുത്തുമാല ഒരുപാട് മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടല്ലേ ഇങ്ങനെ മുത്തുമാല ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? അതേപോലെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂട്ടി വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ ആ കണക്ട് ചെയ്യുന്നതിനൊക്കെ സ്പെഷ്യൽ ബോൺഡ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ ബോൺഡ്സ് ഒക്കെ ഉണ്ടാവും. സോ ഈ ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് ആണ് ഈ DNA ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് DNA കാണാം. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് DNA ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ DNA-യുടെ ഒരൊറ്റ സെഗ്മെന്റ്, ഒരു ചെറിയൊരു എങ്ങനെയാണ് DNA ഇരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതില് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 3 സാധനങ്ങൾ അല്ലെങ്കിൽ 3 കോമ്പണൻസ് വെച്ച് ആണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. വൺ ഈസ് എ ഷുഗർ മോളിക്യൂൾ, അനദർ വൺ ഈസ് എ നൈട്രജൻ ബേസ്. ഓക്കെ, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും ആൻഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. ഓക്കെ, ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും. അത് എന്ത് ടൈപ്പ് ഓഫ് ഷുഗർ ആയിരിക്കും? ആ DNA-യുടെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട് ആ ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ. നൈട്രജൻ ബേസ് ഉണ്ടാവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴിയാണ് കണക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴി കണക്ഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ് അവിടെ DNA-യുടെ മോളിക്യൂൾ കണക്ട് ചെയ്ത് പോകുന്നത്. ഒരു ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പിന്നെ ഇങ്ങോട്ടേക്ക് അടുത്ത ഷുഗർ മോളിക്യൂൾ, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇതിനെ തമ്മിൽ രണ്ട് ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ആണ്. മനസ്സിലായോ? സോ one nucleotide, each nucleotide consists of a sugar molecule which is deoxyribose sugar and nitrogen base and finally phosphate group. Okay, so ഈ നൈട്രജൻ ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ നൈട്രജൻ ബേസ് എന്തൊക്കെ ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് ആയിരിക്കും ഉണ്ടാവുക? DNA കൺസിഡർ ചെയ്യാണ്. So there are 4 types of nitrogen bases. Okay, one is adenine, other is guanine, yet another is cytosine and thymine. Okay, അപ്പൊ ഈ 4 നൈട്രജൻ ബേസസ് വഴിയാണ്, നൈട്രജൻ ബേസസ് ആണ് നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോട്ടോ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൈമിൻ, ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന തൈമിൻ ആണ്, പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് അഡിനിൻ ആണ്. ദെൻ ഗ്വാനിൻ ഒരു സയൻ കളർ, ബ്ലൂ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഗ്വാനിൻ ആണ്. ദെൻ സൈറ്റോസിൻ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. സോ ദീസ് ആർ ദി ഈ 4 എണ്ണമാണ് നമ്മുടെ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് DNA. ഓക്കെ, നമ്മൾ RNA-യുടെ കേസിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ RNA പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, സോ ഈ 4 ബേസസും വെറുതെ ആണോ? ഇപ്പം ഈ ബേസ് ഇതിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പിങ്ക് ഏതാ പറഞ്ഞിരുന്നത്? അഡിനിനാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇട്ടിരിക്കുകയാണോ? നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുന്നത്
ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലേ. സോ ഈ രണ്ട് സ്ട്രാൻഡ്സിനെയും തമ്മിൽ കണക്ട്, അത് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാലും ഇത് രണ്ടും വിട്ടു പോകത്തില്ലേ. സോ ഇതിനെ രണ്ടിനെ ചേർത്ത് വെക്കണ്ടേ. ഈ ചേർത്ത് വെക്കണമെങ്കിൽ ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു ബോണ്ട് വേണമല്ലോ അല്ലെ. സോ ഇപ്പൊ അഡിനിനുമായിട്ട് പെയർ ചെയ്യുന്ന നൈട്രോജൻ ബേസ് ആണ് തൈമിൻ. ഓക്കെ, തൈമിൻ. ഗ്വാനിനുമായിട്ട് പെയർ ചെയ്യുന്ന നൈട്രോജൻ ബേസ് ആണ് സൈറ്റോസിൻ. ഓക്കെ, സൈറ്റോസിൻ അപ്പൊ എന്താ വരിക, തിരിച്ചും വരും അല്ലെ, ഗ്വാനിൻ. ദെൻ തൈമിൻ ആരുമായിട്ട് പെയർ ചെയ്യാ, തിരിച്ച് അഡിനിനുമായിട്ട് പെയർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ ഒരിടത്ത് 2 വരെയും മറ്റിടത്ത് 3 വരെയും ഇട്ട്. അതെന്താ അങ്ങനെ, അതെന്തായിരിക്കും അങ്ങനെ? ഞാൻ ഇവിടെ ഈ വര ഇടുന്ന വഴി ഞാൻ റെപ്രസെന്റ് ചെയ്തത് ബോണ്ടിനെയാണ്. ഓക്കെ, സോ അഡിനിൻ ഡബിൾ ബോണ്ട് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. ഓക്കെ, 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഇത് തമ്മിലുള്ളത്. സോ ഇപ്പം ഇത് അഡിനിനും ഇത് തൈമിനും ആണല്ലോ. സോ ഈ അഡിനിനും, ദിസ് അഡിനിൻ ആൻഡ് ദിസ് ഇസ് തൈമിൻ. ഓക്കെ, ഈ അഡിനിനെ തൈമിനെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ആരാ, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടാ. അതേസമയം 2 സ്ട്രാൻഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കണമെങ്കിൽ അവര് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഉണ്ടാവുക. അഡിനിൻ തൈമീനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ 2 ഹൈഡ്രജൻ ബോണ്ടും, സൈറ്റോസിനും ഗ്വാനിനും തമ്മിലാണ് പെയറിംഗ് നടക്കുന്നതെങ്കിൽ അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട്സുമാണ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ. സോ അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ പെയർസ് വിത്ത് സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ തൈമിനുമായിട്ട് പേരണെങ്കിൽ 2 ഹൈഡ്രജൻ ബോണ്ടും, ഗ്വാനിൻ സൈറ്റോസിൻ ആയിട്ട് പേരണെങ്കിൽ 3 ഹൈഡ്രജൻ ബോണ്ടുമാണ് ഉണ്ടായിരിക്കുക. സോ DNA മോളിക്യൂൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ന്യൂക്ലിയോടൈഡ്സ്. മനസ്സിലായില്ലേ? സോ ഇതാണ് DNA സ്ട്രക്ചർ. നൗ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന DNA സ്ട്രക്ചർ ആണ് കേട്ടോ, DNA സ്ട്രക്ചർ അല്ല. സോ DNAയിലുള്ള ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആണ്. ഞാൻ നേരത്തെ കാണിച്ച സെയിം പടം തന്നെയാണ്, ടെക്സ്റ്റിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ തവണയും ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പം ഇത് മാറ്റിയിട്ട് ഇത് എന്ന് കൊടുത്തിട്ട് ഇത് ഐഡന്റിഫൈ ദിസ് മോളിക്യൂൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഇതെന്താ, ഷുഗർ മോളിക്യൂൾ ആണ്. സോ ഷുഗർ മോളിക്യൂളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരറ്റത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. സോ ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ. മനസ്സിലായോ? ഇപ്പൊ ന്യൂക്ലിയോടൈഡ് ഇതാന്ന് പറഞ്ഞു. എന്താ ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ് ഇതാന്ന് നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയോസൈഡ് എന്താണ്? ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസും, ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസും ഒരുമിച്ച് കാണുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുമ്പോഴാണ് അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. ഇത്രയും ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിൽ. ഓക്കെ, സോ ഇതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ DNA കുറിച്ച് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ. DNA മോളിക്യൂൾ കണ്ടെയ്ൻസ് 2 strands. നമ്മൾ പറഞ്ഞു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, കണ്ടെയ്ൻസ് 2 strands. A structure with 2 long strands made up of sugar and phosphate and rungs with nitrogen bases. എന്തൊക്കെയുള്ളത്? ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട് അല്ലെ. DNA molecule is made up of units called nucleotides. ഈ ന്യൂക്ലിയോടൈഡിലുള്ള കമ്പോണൻസ് ആണ് ഏത്? ഷുഗർ, phosphate and nitrogen bases. Okay, a nucleotide contains, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, contains a sugar molecule, phosphate molecule and a nitrogen base. In DNA, the base adenine pairs only with thymine and guanine pairs only with cytosine. നമ്മൾ പറഞ്ഞു 2 ഹൈഡ്രജൻ ബോണ്ട്, അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ 2 ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് guanine pairs with cytosine വരുമ്പോൾ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. So this is the summary of DNA. Okay, ഇനി വേറൊരു ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നതാണ്, ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാവോ? എളുപ്പമല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഈ സ്ട്രക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. പടമൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ആ ഒരു ഏതൊക്കെ ബേസിസ് ആണ് തമ്മിൽ പെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി.
തൈമിൻ, ഇത് തൈമിൻ ആണ്. ഇത് ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ, ഈ 4 ബേസസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഗ്വാനിൻ പെയർ ചെയ്യുന്ന ആരുമായിട്ടാ? സൈറ്റോസിനുമായിട്ടാ. തൈമിൻ പെയർ ചെയ്യുന്ന ആരുമായിട്ടാ? അഡിനിനുമായിട്ടാ. സൈറ്റോസിൻ പെയർ ചെയ്യുന്ന ആരുമായിട്ടാ? ഗ്വാനിനുമായിട്ട്. അഡിനിൻ പെയർ ചെയ്യുന്ന ആരുമായിട്ടാണ്? തൈമിനുമായിട്ട്. സോ കംപ്ലീറ്റ് ആയില്ലേ DNA സ്ട്രക്ചർ? ഓക്കെ. സോ നമ്മൾ പറഞ്ഞു DNA മാത്രമല്ല ജനറ്റിക് മെറ്റീരിയൽ, വേറൊരു ജനറ്റിക് മെറ്റീരിയലും കൂടെ ഉണ്ട്, RNA. ഓക്കെ. ഇവിടെ എന്താ ഈ DNA ആയിട്ടുള്ള വ്യത്യാസം? ഇവിടെ റൈബോ ന്യൂക്ലിയിക് ആസിഡ് ആണ്, റൈബോസ് ഷുഗർ ആണ്. മറ്റേടത്ത് ഓക്സിജൻ ഇല്ലായിരുന്നു, ഡീഓക്സി ആയിരുന്നു. ഇവിടെ ഓക്സിജൻ ഉണ്ട്, റൈബോ ന്യൂക്ലിയിക് ആസിഡ് ആണ്. ഓക്കെ, റൈബോസ് ഷുഗർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ RNA DNA തമ്മിലുള്ള ബേസിക് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. റൈബോ ഷുഗർ ആണ് RNA പ്രസന്റ് ആയിരിക്കുക, വേറസ് ഇൻ കേസ് ഓഫ് DNA ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു പ്രസന്റ് ആയിരുന്നത്. ഇൻ RNA the nitrogen base uracil is seen instead of thymine. നമ്മൾ പഠിച്ചു DNA-യിൽ ഏതൊക്കെയായിരുന്നു നമ്മുടെ നൈട്രജൻ ബേസസ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അല്ലെ? ഇത് DNA-യുടെ കേസിൽ. ഇനി RNA-യുടെ കേസ് വരുമ്പോൾ ഇവിടെ അഡിനിൻ തന്നെ ആയിരിക്കും, ഗ്വാനിൻ ആയിരിക്കും, സൈറ്റോസിൻ ആയിരിക്കും. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ, തൈമിന് പകരം അവിടെ യുറാസിൽ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് DNA-യും RNA തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. Now, majority of RNAs have only a single strand. Majority RNA-യിലും സിംഗിൾ സ്റ്റാൻഡ് ആയിരിക്കും, പക്ഷേ ചില RNAs ഉണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAസും പ്രസന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് RNA. ഇനി RNA DNA തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇത്രയും പഠിച്ചതിൽ വെച്ച് RNA DNA തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. സോ പെന്റോസ് ഷുഗർ ഏതായിരിക്കും DNA-യിൽ? ഡിയോക്സി റൈബോസ്. RNA-യിൽ ഏതായിരിക്കും? റൈബോസ്. നൗ ബേസ് കോമ്പോസിഷൻ എടുത്തു നോക്കുവാണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അതേസമയം RNA-യിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഓക്കെ, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയുണ്ട്? DNA-യിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA-യിൽ മോസ്റ്റ്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ RNA ആൻഡ് DNA. നൗ ഇത്രയും നേരം നമ്മൾ DNA എന്താണെന്നും RNA എന്താണെന്നും എല്ലാം നമ്മൾ ജീൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ്? ജീൻസ് അവിടെ വെറുതെ ഇരുന്നാൽ മതിയോ? അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ സംഭവിച്ചെങ്കിലല്ലേ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ചെറുപ്പം മുതൽ വലുതാവുന്നവരെ നമ്മൾ പൊക്കം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഒരുപാട് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? ഗ്രോത്ത് ഹോർമോൺ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രോത്ത് ഹോർമോൺ, ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോൺ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണോ? പ്രോട്ടീൻ ആണോ? ലിപ്പിഡ് ആണ്? എന്താണ്? ഹോർമോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്, അല്ലെ? അതേസമയം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ ഇതിനൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ് എൻസൈംസ്, അല്ലെ? എൻസൈംസ് എന്താ? പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ അല്ലേ ഉണ്ടാവേണ്ടത്? ജീനാണോ വേണ്ടത്? ജീനാണ് വേണ്ടത്, പക്ഷെ ഈ ജീൻ അൾട്ടിമേറ്റ്ലി പ്രോട്ടീൻ ആവണം, അല്ലെ? എങ്കിലേ ആ ജീൻ ആക്ട് ചെയ്തു അല്ലെങ്കിൽ ആ ജീൻ എക്സ്പ്രസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തില് സെല്ലിനുള്ളില്, ന്യൂക്ലിയസിനുള്ളില് എന്തായിരിക്കുന്നത്? DNA ഇരിപ്പുണ്ട്. ആ DNAക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത് നമ്മുടെ സെല്ലിനുള്ളിൽ വി ഹാവ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ നമുക്ക് DNA ഉണ്ട്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഈ DNAക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ DNAക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല. ഈ DNA-ക്ക് ന്യൂക്ലിയസിനുള്ളിലേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രോട്ടീൻ ആവണമെങ്കിൽ ഇതിന് പുറത്ത് വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ റൂം, ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന റൂം അവിടെ അടച്ചിട്ടിരിക്കുക. ഈ DNA-ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ന്യൂക്ലിയസ് സമ്മതിക്കത്തില്ല പുറത്തോട്ട് പോകാൻ. അപ്പൊ എന്താ DNA ചെയ്യുക? അപ്പൊ DNA ഒരു കാര്യം ചെയ്യും. DNA-യുടെ മെസ്സേജസ് ഒക്കെ RNA എന്ന് പറയുന്ന ആളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോപ്പി ചെയ്തു കൊടുക്കുകയാണ് DNA-യിലുള്ള ഇൻഫർമേഷൻ. DNA-യിൽ അപ്പം ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഹെയർ കളർ എങ്കിൽ ഹെയർ കളർ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. ആ ഇൻഫർമേഷൻ RNA-യിലോട്ട് പുള്ളിക്കാരി കോപ്പി ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഈ RNA ഇപ്പൊ നമ്മൾ ഇതിപ്പോ ന്യൂക്ലിയസ് ആന്നിരിക്കട്ടെ. ഓക്കെ, ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസിൽ DNA ഇരിക്കുന്നു. ഇപ്പൊ DNA എന്ത് സംഭവിക്കുന്നു? RNA, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA-യിലോട്ട് DNA-യുടെ ഇൻഫർമേഷൻ എല്ലാം കൂടെ കോപ്പി ചെയ്ത് കൊടുക്കുവാണ്.
ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന. ഓക്കെ, സോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ RNA എന്ന് പറയുന്ന മോളിക്യൂളിന് ഈ RNAക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും, പക്ഷെ DNA പറ്റത്തില്ല. പക്ഷെ ഈ RNAക്ക് പറ്റും. അപ്പൊ ഈ RNA എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിലോട്ട് ഇറങ്ങിപ്പോരും. ഓക്കെ, അപ്പൊ RNA സൈറ്റോപ്ലാസത്തിൽ എത്തിയല്ലോ. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് RNA ആരായിട്ട് മാറുന്നത്? പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ mRNA ഉണ്ട്. സോ ഈ മെസ്സേജസ് പാസ് ചെയ്യുന്നത് കൊണ്ട് ഈ RNA നമ്മൾ mRNA എന്നാണ് പറയുന്നത്. അതായത് മെസ്സഞ്ചർ RNA എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ mRNA ഇനി നമുക്ക് പ്രോട്ടീൻ ആയിട്ട് മാറ്റണം. പ്രോട്ടീൻ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത്. അപ്പൊ ഈ mRNA എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സൈറ്റോപ്ലാസത്തില് റൈബോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഈ റൈബോസോമിലോട്ട് കയറി ഈ mRNA അങ്ങോട്ട് ഇരിക്കും. ഓക്കെ, എന്നിട്ട് ട്രാൻസ്ഫർ RNA എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് RNA ഉണ്ട്, tRNA. ട്രാൻസ്ഫർ RNA എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സൈറ്റോപ്ലാസ്റ്റിൽ ഇരിക്കുന്ന അമിനോ ആസിഡിനെ ഒക്കെ കൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, അപ്പോ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഈ അമിനോ ആസിഡ്സിനെ എല്ലാം കൂട്ടി ചേർത്ത് mRNAയിലുള്ള ഇൻഫർമേഷൻ വെച്ച് അല്ലെങ്കിൽ mRNAയിലുള്ള മെസ്സേജ് വെച്ച് ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡിനെ എല്ലാം എടുത്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള അമിനോ ആസിഡിനെ കൂട്ടിണക്കി അവിടെ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അമിനോ ആസിഡ്സ് അത് ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടോ, ഇതൊരു പ്രോട്ടീനാ. ഈ പ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ അമിനോ ആസിഡ് വെച്ചിട്ടാ. ഓക്കെ, സോ ഈ അമിനോ ആസിഡിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ആളാരാ? ട്രാൻസ്ഫർ RNA. ഓക്കെ, സോ അമിനോ ആസിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തു. സോ ഇങ്ങനെയാണ്. അപ്പൊ പ്രോട്ടീൻ പലതരത്തിലുണ്ട്. എൻസൈംസ്, ഈ പ്രോട്ടീൻസ് ഒക്കെ എൻസൈംസ് ആവാം, ഹോർമോൺസ് ആവാം. ഓക്കെ, നമ്മുടെ നീഡ് അനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ ജീൻ ആക്ട്. മനസ്സിലായോ? സോ ഡിഎൻഎക്ക് റെപ്ലിക്കേഷൻ നടക്കും. DNA ആദ്യം RNAക്ക് കോപ്പി, അതായത് അവരുടെ ഇൻഫർമേഷൻ കോപ്പി ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ DNA ഒരുപാട് ഫോട്ടോ കോപ്പി എടുത്തു വെച്ചേക്കും. ഓക്കെ, ആവശ്യമുണ്ട്, ഇത്ര ആവശ്യമുള്ളതിൽ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോ കോപ്പി എടുത്തു വെക്കും. സോ അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് RNA ആയി. RNAക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി പ്രോട്ടീൻ ഫോം ചെയ്തു. ഓക്കെ, so DNA does not participate directly in protein synthesis. കറക്റ്റ് അല്ല? നമ്മളിപ്പോ പറഞ്ഞില്ലേ DNA ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ പറഞ്ഞതില് ഇല്ലല്ലോ. does not participate. Okay, so DNA performs its activity with the help of RNA വഴിയാണ് DNA അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. മെസ്സഞ്ചർ RNA. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഫിഗർ വെച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. സോ DNA ഇവിടെ നിങ്ങൾക്ക് കാണാം. mRNA ഫോംസ് ഫ്രം mRNA DNA നിന്ന് ഫോം ചെയ്യുന്നുണ്ട്. സോ ഈ mRNA സൈറ്റോപ്ലാസത്തിലോട്ട് ഇറങ്ങുന്നു. ദിസ് ഇസ് സൈറ്റോപ്ലാസം. ഓക്കെ, സോ mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് വെളിയിൽ വരും. ആൻഡ് mRNA റീച്ചസ് റൈബോസോമിന്റെ അടുത്തോട്ട് എത്തും. ഓക്കെ, tRNA ബ്രിങ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്. ഇതാണ് ഈ ഓരോ മുത്ത് പോലെ ഇരിക്കുന്നൊക്കെയാണ് അമിനോ ആസിഡ്. സോ tRNA എന്താ ചെയ്യാം? tRNA കുറെ അധികം അമിനോ ആസിഡിനെ കൊണ്ടുവരും. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഓഫ് mRNA protein is synthesized by adding amino acids. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ല ആക്ഷൻ ഓഫ് ജീൻസ് എന്താണെന്നുള്ളത്? സിമ്പിൾ അല്ലേ? സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ജീൻ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു DNA കണ്ടൻസ് ചെയ്തിട്ട് ഒരു ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് നമ്മൾ പറഞ്ഞില്ലേ. ഈ ക്രോമസോമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുന്നേ mRNA എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. മെസ്സഞ്ചർ RNA ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ടെംപ്ലേറ്റ് ഫോർ ജീൻ കോഡിംഗ് ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ്. And tRNA ട്രാൻസ്ഫർ RNA ആണ്. ഇറ്റ് ക്യാരീസ് ദി അമിനോ ആസിഡ് ടു ദി റൈബോസോംസ്. പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്.
RNA ഉണ്ട് അവിടെ. ഓക്കെ, RNA ഉണ്ട്. നമ്മൾ പറഞ്ഞു റൈബോസോംസ് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ഈ റൈബോസോംസിനെ ഉണ്ടാക്കുന്ന ആളാണ് RNA. ഓക്കെ, ഇറ്റ് ഫോംസ് റൈബോസോംസ് അലോങ് വിത്ത് പ്രോട്ടീൻസ്. സോ ഈ 3 RNA നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ക്രോമസോമിലോട്ട് വരാം. ക്രോമസോംസ് ഇൻ ഹ്യൂമൻസ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞു ക്രോമസോമിന്റെ സ്ട്രക്ചർ. നമുക്കറിയാം, നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എത്ര ക്രോമസോംസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ? ആർക്കെങ്കിലും അറിയാവോ എത്ര ക്രോമസോംസ് ഉണ്ട്? There are 46 chromosomes. There are 46 chromosomes. ഈ 46നെ pairs ആക്കിയാലോ 23 pairs of chromosomes. 23 പെയറും ഉണ്ടാവും. ഈ 23 പെയർ എന്ന് പറയുന്നത് 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അല്ലെ? സോ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇവര് റോൾ പ്ലേ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഈ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പേംസ് വേണം. ഇപ്പം സ്പേംസ് ബോയ്സിന്റെ കേസിൽ വേണം, ആൻഡ് ഫീമെയിൽസിന്റെ കേസിൽ എന്താ വേണ്ടത്? ഓവ വേണം അല്ലെ? എഗ് വേണം അല്ലെ? സോ ഇതിനെ നമ്മൾ സെക്സ് ക്രോമസോം, ഇത് ഉണ്ടാക്കുന്ന ക്രോമസോംസിനെ നമ്മൾ സെക്സ് ക്രോമസോംസ് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പം 23 പെയറിലെ 1 പെയർ സെക്സ് ക്രോമസോമും ആൻഡ് ബാക്കി എത്ര പെയേഴ്സ് ഉണ്ട്? 22 പെയേഴ്സ് ഉണ്ട് അല്ലെ? ഈ 22 പെയേഴ്സിനെ സൊമാറ്റിക് ക്രോമസോംസ് എന്നാണ് നമ്മൾ പറയുന്നത്. സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓട്ടോസോംസ്. ഓട്ടോസോംസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ 46 ക്രോമസോംസ് ഉണ്ട്. ഈ 46 ക്രോമസോംസ് എന്ന് പറയുന്നത് 23 പെയേഴ്സ് ആണ്. സോ ഇതിനകത്തെ ഒരു പെയർ, അതായത് 2 ക്രോമസോം സെക്സ് ക്രോമസോമും 22 പെയേഴ്സ്, അതായത് 44 ക്രോമസോംസ് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ സെക്സ് ക്രോമസോംസ് എന്താണ്? നമ്മുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോമാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അതോടൊപ്പം സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി സൊമാറ്റിക് സെൽസ് ഉണ്ടാക്കുന്ന ക്രോമസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ക്രോമസോംസിനെയാണ് നമ്മൾ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കി സൊമാറ്റിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 22 പെയേഴ്സിലാണ്. ഓക്കെ, സോ സെക്സ് ക്രോമസോംസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. 2 ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോംസ് ഉണ്ട്, എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. ഓക്കെ, എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. ഫീമെയിൽസിന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് 2 എക്സ് ക്രോമസോം ആണ്. കാരണം ഇത് പെയർ അല്ലേ? ഞാൻ പറഞ്ഞു ഇത് പെയർ ആണെന്ന് പറഞ്ഞു. സോ ഫീമെയിൽസിന്റെ കേസിൽ 2 എക്സ് ക്രോമസോം ആണ് നമുക്ക് കാണുക. ഓക്കെ, ഇനി മെയിൽസിന്റെ കേസിലോ ഒരു എക്സും ഒരു വൈയും കാണുക. മനസ്സിലായോ? സോ ഫീമെയിൽസിന്റെ കേസിൽ എക്സും മെയിൽസിന്റെ കേസിൽ എക്സ് വൈയും ആണ് കാണുന്നത്. മനസ്സിലായില്ലേ? സോ ഒരു കുട്ടി ആണാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു എക്സ് ക്രോമസോം ഉണ്ടാവും, ഒരു വൈ ക്രോമസോം ഉണ്ടാവും. ഒരു കുട്ടി പെൺകുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് എക്സ് ക്രോമസോം ഉണ്ടാവും, അടുത്തതും എക്സ് ക്രോമസോം. 2 എക്സ് ക്രോമസോംസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. മനസ്സിലായില്ലേ? So chromosome, it is a microscopic thread-like part of the cell that contains the genetic അല്ലെങ്കിൽ hereditary information in the form of genes. ഇനി 46 chromosomes ഉണ്ട് നമ്മൾ പറഞ്ഞു. And 44 are somatic chromosome and 2 are sex chromosome. 2 types ഉണ്ട്, X chromosome and Y chromosome. എല്ലാരും പഠിച്ചല്ലോ. ഇനി നമ്മൾ പറഞ്ഞു മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും 1 2 3 4 തൊട്ട് 22nd പെയർ വരെ ആരായിരിക്കും? സൊമാറ്റിക് ക്രോമസോംസ് ആയിരിക്കും അല്ലെങ്കിൽ ഓട്ടോസോംസ് ആയിരിക്കും. അതേസമയം ലാസ്റ്റ് 1 പെയർ ഉണ്ടല്ലോ, ഓക്കെ, മെയിൽസിന്റെ കേസിൽ ലാസ്റ്റ് 1 പെയർ എന്ന് പറയുന്നത് എക്സ് വൈ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി സെക്സ് ക്രോമസോം. സോ ഈ മെയിൽസിന്റെ കേസിൽ അവരുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞു നോക്കിയേ, 44 അല്ലെങ്കിൽ 22 പെയേഴ്സ് പ്ലസ് 1 പെയർ, അതായത് എക്സ് വൈ. മനസ്സിലായില്ലേ? സോ 44 പ്ലസ് എക്സ് വൈ ആയിരിക്കും മെയിൽസിന്റെ കേസിൽ. ഈ സെയിം കാര്യം നമ്മുടെ ഫീമെയിൽസിന്റെ കേസിൽ എന്ന് പറഞ്ഞു നോക്കിയേ. ഫീമെയിൽസിന്റെ കേസിൽ
22 പെയർസ് ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ 44 സൊമാറ്റിക് ക്രോമസോംസും XX ആയിരിക്കും, സെക്സ് ക്രോമസോം. മനസ്സിലായില്ലേ? സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. DNA സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ലോങ് സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. നൈട്രോജൻ ബേസ്, ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിൽ എന്താ ഉള്ളത്? നൈട്രോജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആൻഡ് ഇൻ RNA കേസിൽ നൈട്രോജൻ ബേസ് പറയുകയാണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ഉണ്ടാവും. DNA കേസിൽ, RNA കേസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ആരാ പ്രസന്റ് ആയിരിക്കാം? യുറാസിലായിരിക്കും പ്രസന്റ് ആയിരിക്കുക. ആൻഡ് DNA പ്രോട്ടീൻ സിന്തസിസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഇറ്റ് പെർഫോംസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA. ആൻഡ് 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ട്, X ക്രോമസോമും ഉണ്ട്, Y ക്രോമസോമും ഉണ്ട്. ഇൻ മെയിൽസ് ഇറ്റ് ഇസ് 44. The genetic makeup is 44 plus XY, and in females the genetic makeup is 44 plus XX. Okay, so ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കഴിഞ്ഞത്. Thank you. Manorama Horizon, learning made simple.